സംഖ്യാപുസ്തകം 22-ാം അധ്യായം 28-ാമത്തെ വചനം. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. കഴിഞ്ഞ മാസം അവസാനം കൊല്ലം പന്തളത്ത് ഒരു നാടോടി സ്ത്രീ 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് KSRTC ബസ്സിൽ കയറി. കുഞ്ഞ് മലയാളവും സ്ത്രീ തമിഴും സംസാരിക്കുന്നത് കേട്ടപ്പോൾ കണ്ടക്ടർ അനീഷിന് സംശയം തോന്നി. ബസ് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തി. മാനസികമായി വെല്ലുവിളി നേരിടുന്ന അമ്മയ്ക്കൊപ്പം കൊല്ലം ബീച്ചിലെത്തിയ കുട്ടിയെ നാടോടി സ്ത്രീ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. കുഞ്ഞിൻ്റെയും നാടോടി സ്ത്രീയുടെയും ആശയവിനിമയം കണ്ടക്ടർ ശ്രദ്ധിച്ചതാണ് ആ കുഞ്ഞിന് രക്ഷയായി മാറിയത്. ആരും തോറ്റുപോകാത്ത ഒരു സമ്പർക്കമാണ് നല്ല ആശയവിനിമയം എന്ന് പറഞ്ഞത് വാൾസൺ മിസ്റ്റർ ആണ്. നമ്മൾ എത്രയും കൂടുതൽ സുതാര്യമായും സത്യസന്ധമായും സൗന്ദര്യപൂർണമായും ആശയവിനിമയം നടത്തുമോ അത്രയും മികവുറ്റ ഒരു പരിസരത്തെ, സമൂഹത്തെ സൃഷ്ടിക്കാൻ, രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഭാവങ്ങളിലും നോട്ടങ്ങളിലും നിശബ്ദതയിലും ഹൃദ്യമായ മനോഹരമായ ആശയവിനിമയം സംഭവിക്കുന്നുണ്ട്. ഈ ദിവസം, ഈ ഞായറാഴ്ചയ്ക്ക് 2 പ്രത്യേകതകളുണ്ട്. മെയ് മാസം 2-ാം ഞായർ. ഒന്നാമത്തെ പ്രത്യേകത, ഇന്ന് മാതൃദിനമാണ്, അമ്മമാരുടെ ദിവസം. ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ മാക്സിം ഗോർക്കിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അമ്മയെക്കുറിച്ചാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മ എന്ന വാക്കിൻ്റെ ആഴം അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നപ്പോഴൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരുണ്യത്തിൻ്റെ, ആർദ്രതയുടെ ഒരു വലിയ കടൽ അതിലെപ്പോഴും ഇരമ്പിക്കൊണ്ടിരുന്നു. വേദനിക്കുമ്പോഴും ഭയപ്പെട്ടു പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് അമ്മയിൽ അഭയം കണ്ടെത്തി. ഈ വചന സന്ദേശത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ അമ്മമാരെയും ആദരവോടെ ഓർമ്മിക്കുന്നു. അമ്മമാരുടെ നിസ്തുലമായ സംഭാവനകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യരായി അണിയിച്ചൊരുക്കാൻ അമ്മയുടെ ത്യാഗം, അമ്മയുടെ അധ്വാനം, അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ നിലവിളി, അമ്മമാരെ നമിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ദക്ഷിണേന്ത്യാ സഭയ്ക്ക് ഇന്ന് ആശയവിനിമയ ഞായറാണ്. കമ്മ്യൂണിക്കേഷൻ സൺഡേ, ആശയവിനിമയ ഞായർ. നേരായ ആശയവിനിമയത്തിലൂടെ ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുക എന്നതാണ് ഈ ആണ്ടിലെ ആശയവിനിമയ ഞായറിന് നൽകിയിരിക്കുന്ന ആപ്തവാക്യം. ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആശയവിനിമയങ്ങൾ ശരിയായ ദിശയിലാണോ എന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. നമ്മുടെ വാക്കുകളിൽ പലപ്പോഴും അപശബ്ദങ്ങളും ആശയക്കുഴപ്പങ്ങളും തെറ്റായ ആശയ സംവേദനങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങളും തികച്ചും തെറ്റായ വിവരങ്ങൾ വ്യാപിക്കുന്ന അവസ്ഥകളുമൊക്കെ നിർഭാഗ്യവശാൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആശയവിനിമയം അതിൻ്റെ തെറ്റായ ദിശയിൽ നീങ്ങുമ്പോൾ ദൈവസ്നേഹം ശരിയായി പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ ആശയവിനിമയങ്ങൾക്കൊരു ആത്മപരിശോധന അനിവാര്യമാണ്. നമ്മുടെ അനുദിന ആശയവിനിമയങ്ങൾ ശരിയായ ദിശയിലാണോ, നേരായ മാർഗത്തിലാണോ, നമ്മുടെ ആശയവിനിമയങ്ങൾ ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വളരെ അനുഗ്രഹീതമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് പഴയ നിയമ പാഠമായി നാം ശ്രദ്ധിച്ച സംഖ്യാപുസ്തകം 22-ാം അധ്യായം. നമുക്ക് മിക്കവാറും പേർക്ക് ഈ സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ പ്രത്യേകതകൾ അറിയാം. എങ്കിലും വളരെ ചുരുക്കമായി പങ്കിടട്ടെ. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ചരിത്രം ഇതാണ്. ഇസ്രായേൽ ജനം മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി അവിടെ കൂടാരമടിച്ചു. ഇസ്രായേൽ ജനബാഹുല്യം, ആളെണ്ണത്തിൽ കൂടുതലായതുകൊണ്ട്, ജനം വളരെ ആയതുകൊണ്ട് മോവാബ് സമഭൂമിയിലെ തലവൻ, രാജാവ് ബാലാക്കിന് വല്ലാത്ത ഭയവും പരിഭ്രമമൊക്കെ ഉണ്ടായി. അങ്ങനെ മോവാബിൽ നിറങ്ങി മൂടിയിരിക്കുന്ന ഈ ഇസ്രായേൽ ജനത്തെ ശപിച്ച് അവിടെ നിന്ന് തുരത്തുവാൻ ഈ ബാലാക്ക് പ്രവാചകനായ ബിലയാമിൻ്റെ സഹായം തേടുകയാണ്. ഒരാദ്യത്തെ ചുവട് എന്ന നിലയിൽ ബിലയാമിൻ്റെ സമീപത്തേക്ക് ദൂതന്മാരെ അയക്കുകയാണ്. 5-ാമത്തെ വാക്യം. ദൂതന്മാർ അവിടെ എത്തുമ്പോൾ
ബിലെയാം ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് ശപിക്കാൻ അനുവാദമില്ല. നിന്റെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിനക്ക് അവകാശമില്ല. അത് സ്നേഹപൂർവ്വം ആ ദൂതന്മാരോട് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ്. രണ്ടാമത്തെ ചുവട്, ബാലാക്ക് വീണ്ടും മാന്യന്മാരായ അധികം പ്രഭുക്കന്മാരെ അയച്ചു. വാക്യം 15. അപ്പോൾ ദൈവം പറഞ്ഞു, 20ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞു, പോകുന്നതിൽ കുഴപ്പമില്ല, പോകാം, പക്ഷേ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് മാത്രമേ നീ ചെയ്യാവൂ. ദൈവം എന്താണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആലോചന എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിൻ്റെ ഹിതവും ആഗ്രഹവും എന്താണ്, അത് മാത്രമേ നിനക്ക് പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. ബിലെയാം 2 ബാല്യക്കാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നു. തുടർന്ന് നാം ഇന്ന് പാഠമായി വായിച്ച ഭാഗത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും ദൈവദൂതൻ ബിലെയാം ഒപ്പം കൂട്ടിയ കഴുതയുടെ വഴി തടസ്സപ്പെടുത്തി ഒരു പ്രതിയോഗിയെപ്പോലെ നിലയുറപ്പിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി വഴിയിൽ നിൽക്കുന്നത് കഴുത കാണുകയാണ്. തുടർന്ന് കഴുത വഴിയിൽ നിന്ന് വയലിലേക്കും ഇടുക്ക് വഴിയിലേക്കും മതിൽ അരികത്തേക്കും ബിലെയാമിൻ്റെ കാൽ ചുവട്ടിലേക്കുമൊക്കെ ഇങ്ങനെ കുതറി മാറുകയും അസ്വസ്ഥമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം മുൻപിലൊരു തടസ്സമായി ദൈവം തൻ്റെ ദൂതനെ നിർത്തിയിരിക്കുകയാണ്. കഴുതയുടെ അസാധാരണമായ ഇടപെടലിൽ ബിലെയാമിൻ്റെ കോപം ജ്വലിക്കുകയും 3 തവണ ഈ കഴുതയെ വടികൊണ്ട് അടിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഈ ഭാഗത്തിൻ്റെ ചുരുക്കം. വിശുദ്ധ വേദപുസ്തകത്തിൽ പലതരം മൃഗങ്ങളും ആശയവിനിമയം നടത്തുന്നത് നമുക്കറിയാം. പക്ഷേ ഒരു മൃഗം സംസാരിക്കുന്നത്, ഒരു മൃഗം ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നത്, നാവ് തുറന്ന് സംസാരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് ഈ സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലാണ്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും ആശയവിനിമയങ്ങൾ നടത്തുന്നവരാണ്. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും നിശബ്ദത കൊണ്ടും നമ്മുടെ ഭാവങ്ങൾ കൊണ്ടുമൊക്കെ നിരന്തരം നാം ആശയവിനിമയങ്ങൾ നടത്തുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവമാണ് ആശയവിനിമയം. നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ ജീവിതത്തെ പങ്കിടാനും ശ്രദ്ധിക്കാനും കേൾക്കാനുമൊക്കെ ദൈവം നൽകിയിരിക്കുന്ന ആശയവിനിമയം ഒരു അനുഗ്രഹീത നന്മയാണ്. എന്നാൽ ഈ ആശയവിനിമയം ശരിയായ ദിശയിലാണോ എന്ന് സ്വയം വിലയിരുത്താൻ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ സെൽഫ് ഇവാലുവേഷൻ നമ്മോട് തന്നെ ചോദിക്കാൻ ഈ സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് 4 ചോദ്യങ്ങൾ വളരെ ചുരുക്കമായി പറഞ്ഞ് ഈ വചന വിചാരങ്ങൾ അവസാനിപ്പിക്കാം. ദൈവമേ, ഞാൻ ഉയർത്തുന്ന സ്വരങ്ങൾ, എൻ്റെ ശബ്ദം, ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയവിനിമയങ്ങൾ ദൈവഹിതപ്രകാരമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുയോജ്യമാണോ? എൻ്റെ ആശയവിനിമയങ്ങൾ ഈ ശരിയായ ദിശയിലാണോ? ചോദ്യം നമ്പർ 1. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ആശയവിനിമയങ്ങൾ അധികാര കേന്ദ്രങ്ങളോടുള്ള അടിയറവും അല്പപ്രാണികൾക്ക് മർദ്ദനവും നൽകുന്നതാണോ? ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയവിനിമയങ്ങൾ അധികാര കേന്ദ്രങ്ങളോട് അടിയറവും അല്പപ്രാണികൾക്ക് മർദ്ദനവും നൽകുന്നതാണോ? ബിലെയാം ദൈവകരങ്ങളിലെ ഇണങ്ങിയ ആയുധമായി അർപ്പിക്കേണ്ട ആളാണ് ബിലെയാം. ഭയം കൂടാതെ, പേടി കൂടാതെ ദൈവത്തിൻ്റെ വെളിപാടുകൾ സധൈര്യം പങ്കിടേണ്ട ആളാണ് ബിലെയാം. നിർഭാഗ്യവശാൽ ഈ ബിലെയാം ബാലാക്കിൻ്റെ കൊട്ടാരത്തിലെ അധികാര കേന്ദ്രങ്ങളോട് അടിയറവ് പറയുകയാണ്. അധികാര കേന്ദ്രങ്ങൾക്ക് അടിയറവ് വയ്ക്കപ്പെടുന്ന ആത്മീയ ജീവിതം ഈ കാലഘട്ടത്തിൻ്റെയും ഒരു ദുരന്തമാണ്. ബാലാക്കിൻ്റെ കൊട്ടാരവും പൊന്നും വെള്ളിയും ദൈവപുരുഷനായ ബിലെയാമിൻ്റെ ചുവടുകൾ പിഴയ്ക്കാൻ കാരണമാകുന്നു. വിളക്കായി ശോഭിക്കേണ്ടവർ, വെളിച്ചം വിതറേണ്ടവർ കരിന്തിരികളായി മാറുന്ന കാഴ്ചയാണ് ഈ കാലത്തിൻ്റെ പ്രതിസന്ധി. പലതരം പ്രലോഭനങ്ങളിലും വാഗ്ദാനങ്ങളിലും വമ്പ് പറച്ചിലും കോർത്തിണക്കി ചതിക്കുഴികൾ തീർത്ത് നമ്മെ വീഴിക്കുവാൻ ബാലാക്കുമാർ ഇന്നും സജീവമാണ്. ബാലാക്കിൻ്റെ കൊട്ടാരത്തോട് നോ പറയുവാൻ കഴിയാതെ പോയതാണ് ബിലെയാമിൻ്റെ വീഴ്ച. എന്നിട്ടും ആ വീഴ്ച തിരിച്ചറിയാതെ അല്പപ്രാണിയായ കഴുതയെ മർദ്ദിക്കുകയാണ്, അടി നൽകുകയാണ്. ഇതും നമ്മുടെ ജീവിതത്തിലെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. പ്രതിഷേധിക്കുവാൻ കരുത്തില്ലാത്തവരുടെ മേൽ കുതിര കയറുവാൻ നമുക്ക് വല്ലാത്ത ആവേശമാണ്. അങ്ങനെ ബലഹീനരോട് കുതിര കയറുവാൻ ദൈവീക ദർശനങ്ങളും, ബലഹീനരോട് കുതിര കയറുമ്പോൾ, മിണ്ടാപ്രാണികളോട് അല്പപ്രാണികളോട് കുതിര കയറുമ്പോൾ ദൈവീക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ദൈവത്തിൻ്റെ പ്രവചനങ്ങളും നമുക്ക് നഷ്ടമാകും എന്നതാണ് ഒന്നാം പാഠം. ഹിരൺദാസ് മുരളി, അങ്ങനെ പറഞ്ഞാൽ നമുക്കധികം മനസ്സിലാവില്ല, വേടൻ,
കഴിഞ്ഞ 3-4 ആഴ്ചയായി നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗായകനാണ് വേടൻ. വേടന് ചില വീഴ്ചകൾ സംഭവിച്ചു. വേടൻ അത് തുറന്ന് സംസാരിച്ചു. വീഴ്ചയുണ്ടായി, പക്ഷേ തിരുത്താൻ ശ്രമിക്കുകയാണ്. ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു ഭീകര കുറ്റവാളിയെപ്പോലെ അധികാരികളും പോലീസ് യജമാനന്മാരും വേടനെ ചില ദിവസങ്ങളിൽ വേട്ടയാടിയത് നമ്മൾ വായിക്കും. അല്പപ്രാണികളെ മർദ്ദിക്കുകയും സമൂഹത്തിലെ വലിയ ആളുകളെ, സ്വാധീനമുള്ളവരെ, സമ്പത്തുള്ളവരെ, സാമുദായികമായി വില കൂടിയ ആളുകളെ വെറുതെ വിടുകയും ചെയ്യുന്ന കെട്ടകാലത്തെ നോക്കി ദൈവം സംഖ്യാപുസ്തകത്തിലൂടെ ഇന്നും നമ്മോട് സംസാരിക്കുകയാണ്. ബലഹീനരോട് കുതിര കയറുമ്പോൾ ദൈവീക ദർശനങ്ങളും പ്രവചനങ്ങളും മങ്ങിപ്പോവുകയാണ്. ഇന്ന് നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ട വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലണം. വ്യഭിചാര കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ സ്ത്രീയോടൊപ്പം തുല്യ തെറ്റ് ചെയ്തൊരു പുരുഷനും ഉണ്ടാകും, അല്ലെങ്കിൽ പുരുഷന്മാരും ഉണ്ടാകും. പക്ഷേ സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തി കല്ലെറിഞ്ഞു കൊല്ലാൻ ഭാവിക്കുന്ന ലോകത്തോട് യേശു ഇടപെടുകയാണ്. പോകാം, ഇനി പാപം ചെയ്യരുത്. സ്ത്രീയോടുകൂടെ സഹിക്കുകയും സ്ത്രീയോടുകൂടി ഈ പാപത്തിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ രക്ഷപ്പെടുകയും ചെയ്യുന്ന കെട്ടകാലത്തെ നോക്കി സംഖ്യാപുസ്തകം പറയുന്നു, നമ്മുടെ ജീവിതം അധികാര കേന്ദ്രങ്ങളോട് അടിയറവ് പറയുകയും അല്പപ്രാണികൾക്ക് മർദ്ദനവും നൽകുകയും ചെയ്യുന്ന ആശയവിനിമയമാണോ? നമ്പർ 2, നമ്മുടെ ആശയവിനിമയങ്ങൾ ദൈവീക ആലോചനയിൽ അടിസ്ഥാനപ്പെടുന്നതാണോ? നമ്മൾ പറയുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ. ഒരു രസകരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്: ഒരു സത്യം നമ്മൾ തെളിയിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കള്ളം ലോകം ചുറ്റി കറങ്ങി വരും. ഒരു സത്യം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കള്ളം ലോകം മുഴുവനും സഞ്ചരിച്ച് കറങ്ങി വരും. നമ്മുടെ ആശയവിനിമയങ്ങൾ ദൈവിക ആലോചനകളിൽ അടിസ്ഥാനപ്പെടുന്നതാണോ? ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോഴാണ് പ്രവാചകനായ ബിലയാമിന് കരുത്ത് ലഭിക്കുന്നത്, ബലം ലഭിക്കുന്നത്. ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോഴാണ് ബാലാക്കിൻ്റെ കൊട്ടാരത്തോട് എതിർത്ത് നിൽക്കാനുള്ള പ്രാപ്തി ഈ ബിലയാമിന് കൈവരുന്നത്. പ്രതിരോധത്തിൻ്റെ കരുത്ത്, അതിജീവനത്തിൻ്റെ കരുത്ത് ബിലയാമിന് ലഭിച്ചത് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ മാത്രമാണ്. ബാലാക്കിൻ്റെ ദൂതന്മാർ ആദ്യം ബിലയാമിനെ സമീപിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാനുള്ള വിവേകം അദ്ദേഹം കാട്ടി. പക്ഷേ 2ാം പ്രാവശ്യം ദൈവിക ആലോചന അവഗണിക്കപ്പെട്ടു. പുതിയ ഓഫറുകളും പുതിയ വാഗ്ദാനങ്ങളും പുതിയ സങ്കല്പങ്ങളും ഒക്കെ അണിനിരന്നപ്പോൾ ബിലയാമിൻ്റെ പ്രവചന ശുശ്രൂഷ അടിപതറുകയാണ്. അപ്പമല്ല, അപ്പനാണ് വലുത്. അപ്പമല്ല, അപ്പനാണ് വലുത്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. ആ ഇളയ മകൻ സ്വന്തം വിചാരങ്ങളിലും ആലോചനകളിലും അടിപതറുമ്പോൾ പന്നിക്കുഴിയിൽ ചെന്ന് അവസാനിക്കുകയാണ്. സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, അവന് സുബോധം വന്നു, അവന് വീണ്ടും വിചാരമുണ്ടായി. എൻ്റെ അപ്പൻ്റെ വാക്ക്, എൻ്റെ അപ്പൻ്റെ ഭവനം, എൻ്റെ അപ്പനിൽ നിന്ന് അനുഭവിച്ച സ്നേഹം, അപ്പനിൽ നിന്ന് കിട്ടിയ കരുതൽ, അതോർത്തപ്പോൾ അവൻ്റെ ജീവിതത്തിന് വ്യത്യാസം വന്നു, അവന് സുബോധം ഉണ്ടായി. നമ്മുടെ ആശയവിനിമയങ്ങൾ ദൈവിക ആലോചനകളാൽ അടിസ്ഥാനപ്പെട്ടതാണോ? 3, 3ാമത്തെ ചോദ്യം, നമ്മുടെ ആശയവിനിമയങ്ങൾ ആർത്തിയുടെ തിമിരം ബാധിച്ചിട്ടുണ്ടോ? ആശയവിനിമയങ്ങളിൽ ആർത്തിയുടെ തിമിരം. മുരുകൻ കാട്ടാക്കട പ്രസിദ്ധമായ കവിത, എല്ലാവർക്കും തിമിരം, നമുക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഈ കാഴ്ച എന്ന് പറയുന്നത് കണ്ണിൻ്റെ മാത്രം ധർമ്മമല്ല, അത് മനസ്സിൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഉള്ളിലെ ആർത്തിയുടെ തിമിരമാണ് കാഴ്ചയ്ക്കും കാഴ്ചപ്പാടിനുമൊക്കെ തടസ്സമായി മാറുന്നത്. വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ദൈവദൂതനെ കഴുത കണ്ടിട്ടും പ്രവാചകൻ ബിലയാം കാണാതെ പോയത് മനസ്സിൽ പതിഞ്ഞ തിമിരങ്ങളുടെ ആധിക്യം കൊണ്ടാണ്. ബാലാക്കിൻ്റെ കൊട്ടാരവും വെള്ളിയും പൊന്നും ഇങ്ങനെ ഒരുപാട് പ്രലോഭന കാഴ്ചകൾ കാരണം ഈ തടസ്സമായി നിൽക്കുന്ന ദൈവദൂതനെ കാണാൻ കഴിയാതെ തിമിരം ബാധിക്കുകയാണ്. ഒരു വശത്ത് ജനത്തെ ശപിക്കരുത് എന്ന ദൈവത്തിൻ്റെ കൽപ്പന, മറുവശത്ത് ബാലാക്കിൻ്റെ പ്രലോഭനങ്ങൾ. അനിവാര്യമായ പല കാഴ്ചകളും നമ്മുടെ തലമുറയ്ക്ക് നഷ്ടമാകുന്നത് ഇത്തരം ആർത്തിയുടെ തിമിരം നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചതുകൊണ്ടാണ്. കുറെ കൂടി സമ്പാദിക്കാൻ, കുറെ കൂടി സ്വാധീനം വർദ്ധിപ്പിക്കാൻ, കുറെ കൂടി അടുത്തിരിക്കുന്നവൻ്റെ വീടിനേക്കാൾ എൻ്റെ വീട്ടിൻ്റെ ഐശ്വര്യവും ക്ഷേമവും വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ആർത്തിയുടെ തിമിരം മുഖാന്തരം ആത്മീയ ജീവിതത്തിൻ്റെ ശോഭ മങ്ങി പോവുകയാണ്. നമ്മുടെ ആശയവിനിമയങ്ങളിൽ ആർത്തിയുടെ തിമിരം ബാധിച്ചിട്ടുണ്ടോ? 4,
നാലാമത്തെ ചോദ്യം, നമ്മുടെ ആശയവിനിമയങ്ങൾ മതിമറക്കുന്ന മായ കാഴ്ചകളിൽ കുടുങ്ങിപ്പോകുന്നുണ്ടോ? മതിമറക്കുന്ന മായ കാഴ്ചകൾ. ഒരുപക്ഷേ ബിലയാമിൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചുവെങ്കിൽ, ബിലയാം ഇടറിപ്പോയെങ്കിൽ, പതറിപ്പോയെങ്കിൽ അതിൻ്റെ കാരണം മായ കാഴ്ചകളിൽ കുടുങ്ങിപ്പോയത് കൊണ്ടാണ്, മതിമറന്നു പോയത് കൊണ്ടാണ്. മായ കാഴ്ചകളിൽ മതിമറക്കുന്ന ലോകത്തിന് വെല്ലുവിളികളെ അതിജീവിക്കാനാവില്ല. വെല്ലുവിളികൾക്ക് മുൻപിൽ ഒന്നും കാണാനാവാതെ തപ്പിത്തടയുന്നവരെ എങ്ങനെയാണ് പ്രവാചകൻ, ശുശ്രൂഷകൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്നത്? പ്രവചന ശുശ്രൂഷയ്ക്ക് നാണക്കേടായി ബിലയാമുമാർ മാറുമ്പോൾ ആത്മീയ ജീവിതം ആശങ്കകളിലാവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ക്ലാസിക് ഉദാഹരണങ്ങളുണ്ട്, മനോഹരമായ ഉദാഹരണങ്ങൾ. അതിലൊന്ന്, ആഹാബിന്റെ കൊട്ടാരത്തിൽ, ആഹാബേ, നാബോത്തിന്റെ രക്തം വീണ് ചിതറിയ ഇതേ സ്ഥലത്ത് നിന്റെയും രക്തം വീണ് ചിതറും. വലിയ പ്രവചനമാണ്. ദാവീദിന്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ ദൈവിക വെളിപാടുകൾ പങ്കുവെക്കുന്നിടത്താണ് ഈ ശുശ്രൂഷയുടെ മഹാത്മ്യം, മാറ്റ്, അതിൻ്റെ മഹത്വം തെളിയുന്നത്. മാറി നടക്കേണ്ട സാഹചര്യങ്ങൾ ഇനിയും കാണാതെ പോയാൽ നമ്മുടെ ജീവിത സഞ്ചാരത്തിലെ ചതിക്കുഴികളിൽ നാമും വീണ് ഉടയാനാണ് വിധി. മാറി നടക്കേണ്ടുന്ന പാതകളിൽ മാറി നടക്കുന്നതാണ് വിവേകം. വിവേകം വല്ലാതെ കൂടിപ്പോയത് കൊണ്ട് മനുഷ്യന് ചില നിർണായക സാഹചര്യങ്ങളിൽ കഴുതയുടെ വിവേകം പോലും ഇല്ലാത്തതാണ് വലിയ പ്രശ്നം. 4 ചോദ്യങ്ങളാണ് നമ്മുടെ അനുദിന ആത്മീയ ജീവിതത്തെ വിലയിരുത്തുവാൻ പങ്കിട്ടത്. 1, നമ്മുടെ ആശയവിനിമയങ്ങൾ അധികാര കേന്ദ്രങ്ങൾക്ക് അടിയറവും അല്പപ്രാണികൾക്ക് മർദ്ദനവും നൽകുന്നതാണോ? 2, നമ്മുടെ ആശയവിനിമയങ്ങൾ ദൈവിക ആലോചനകളിൽ അടിസ്ഥാനപ്പെടുന്നതാണോ? 3, നമ്മുടെ ആശയവിനിമയങ്ങൾക്ക് ആർത്തിയുടെ തിമിരം ബാധിച്ചിട്ടുണ്ടോ? 4, നമ്മുടെ ആശയവിനിമയങ്ങൾ മതിമറക്കുന്ന മായക്കാഴ്ചകളിൽ കുടുങ്ങിപ്പോകുന്നുണ്ടോ? ഇന്നത്തെ മനോരമ പത്രത്തിൽ ജീവിതത്തിൻ്റെ സംഗീതം എന്നൊരു ചെറിയ കോളമുണ്ട്. അത് ചുരുക്കമായി പങ്കിട്ട് അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൻ്റെ സംഗീതം. ഒരു സ്ത്രീയും തൻ്റെ കുട്ടികളും ഒരു വീടിൻ്റെ താഴത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഒറ്റമുറി മാത്രമുള്ള മുകളിലത്തെ നിലയിൽ ഒരു വൃദ്ധൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഹിന്ദി പാട്ടുകൾ ഉച്ചത്തിൽ പാടുക എന്നതാണ് ആ വൃദ്ധൻ്റെ വിനോദം. ആ വൃദ്ധൻ്റെ പലപ്പോഴും ഉച്ചത്തിലുള്ള പാട്ട് ഈ താഴത്തെ നിലയിൽ വസിക്കുന്നവർക്ക് വല്ലാത്ത അലോസരവും ശല്യവുമായി മാറി. പോലീസിൻ്റെ സഹായത്തോടെ ഇടയ്ക്കൊക്കെ വിലക്കുകയും വൃദ്ധൻ്റെ പാട്ട് നിലയ്ക്കുകയും ചെയ്തു. കുറേ ദിവസങ്ങൾക്ക് ശേഷം താഴത്തെ നിലയിലെ സ്ത്രീ മുകളിലത്തെ വൃദ്ധനോട് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾ പഴയതുപോലെ പാടിക്കൊള്ളുക. നിങ്ങളുടെ മുറിയിൽ നിന്ന് വരുന്ന പാട്ട് കേൾക്കാതെ എൻ്റെ മക്കൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ആ പാട്ടിൻ്റെ ഈണമില്ലാതെ എനിക്കും ഇപ്പോൾ ഉറങ്ങാനാവുന്നില്ല. നമ്മുടെ സ്വരവും നമ്മുടെ ശബ്ദവും നമ്മുടെ ആശയവിനിമയങ്ങളും 2 തരത്തിൽ ക്രമപ്പെടുത്താം. 1, സ്നേഹത്തോടെ, 2, ശത്രുതയോടെ. ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കുന്ന നേരിൻ്റെ നേർമ്മയുടെ ആശയവിനിമയങ്ങൾ ആവർത്തിക്കപ്പെടട്ടെ. നമ്മുടെ ആശയവിനിമയങ്ങളിൽ ദൈവസ്നേഹമാകട്ടെ മുന്തിയ പരിഗണന. ശ്രീകുമാരൻ തമ്പി, എനിക്ക് തോന്നുന്നു ഈ ദൈവത്തെ, യേശുക്രിസ്തുവിനെ മനോഹരമായി പാട്ടിലൂടെ എഴുതിയ അതിൻ്റെ വരികൾ എത്ര ഹൃദ്യമാണ്, എത്ര അനുഗ്രഹീതമാണ്. ദൈവത്തെ ആശയവിനിമയം ചെയ്യാൻ, ദൈവത്തെ പങ്കിടാൻ ഇതിലും മനോഹരമായ വരികളുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ.